ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ പെരുന്നാളിന് ഞാൻ ഷീന്നായിരുന്നു ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടുള്ളതും അതേപോലെ തന്നെ അന്നത്തെ ഇഫ്താർ പ്രിപ്പറേഷനും പിന്നെ സ്നാക്സും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടമാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സെല്ലാം കാണിച്ചു തരാം. ഇതിലിപ്പോൾ ഷെയർ ചെയ്യുന്ന ഡ്രസ്സിൻ്റെയോ അല്ലെങ്കിൽ വേറെ പ്രൊഡക്റ്റിൻ്റെ എന്തിൻ്റെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ആർക്കാ വേണമെന്നുള്ളത് അറിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഷെയർ ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുള്ളത് ഈ ഒരു സൺഗ്ലാസ് ആണ്. ഇത് മോനിക്ക് മുമ്പ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സെയിം. ഇത് മോനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് തന്നെയാണ് ഒരിക്കലും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു കാണുന്ന സ്പീക്കറും അതിൻ്റെ മൈക്കും. ഇത് കുറച്ചായി നമ്മൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ക്വാളിറ്റി നല്ലോണമുള്ളത് വേണ്ട, പ്രൈസ് കൂടിയത് വേണ്ട, ചെറുത് മതി. എന്താണെന്ന് വെച്ചാൽ മക്കൾക്കുള്ളതല്ലേ, അവർ എപ്പോഴാണ് പൊട്ടിക്കാമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ചെറുത് മതി എന്നുള്ള രീതിയിലാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് നല്ല വർക്കിംഗ് ആയിരുന്നു, അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിന്. ഇപ്പോൾ ഇതുവരെ ഒരാഴ്ചയായി ഇത് വന്നിട്ട്, ഇതുവരെ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട്. ഇതാ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സെല്ലാം കാണിച്ചു തരാം. ഷീന്ന് നമ്മൾ ഓർഡർ ചെയ്യുമ്പം ഇതേപോലെ തന്നെ സിപ്പ് ലോക്ക് കവറിലായിട്ടാണ് ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാവാം. അപ്പോൾ ആദ്യം തന്നെ വാങ്ങിച്ചിട്ടുള്ളത് മോക്കുള്ള ജീൻസ് ആയിരുന്നു. നോർമലി ഒക്കെ 12 to 18 ആണ് വാങ്ങിക്കൽ. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഭയങ്കര വലുതായിരുന്നു ലെങ്ത് എല്ലാം. വേസ്റ്റും ഹിപ്പെല്ലാം കറക്റ്റാണ്, പക്ഷേ ലെങ്ത്ത് കൂടുതലായിപ്പോയി. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഫ്രോക്കാണ്, ഒരു ബ്രൗണും അതേപോലെ തന്നെ ഒരു ക്രീം കളറ് ചെക്ക് വരുന്ന നല്ലൊരു ഫ്രോക്കായിരുന്നു. നല്ല ഉണ്ടായിരുന്നു ഇട്ടിച്ച്. മക്കൾക്ക് ഞാൻ ഇതിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ സൈസിൻ്റെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല, ഇതുവരെ വരത്തില്ല കേട്ടോ. ഇന്നിപ്പം ഒന്നിന് മാത്രം, ജീൻസിന് മാത്രം സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ സിബ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫുൾ സ്ലീവാണ് വന്നിട്ടുള്ളത്. സ്ലീവും എല്ലാം നല്ല അടിപൊളിയാണ്. ഇനി ഇവിടെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാ ഡ്രസ്സും സിമ്പിളാണ്. അതേപോലെ തന്നെ നമുക്ക് സമ്മറിലേക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ഡ്രസ്സസാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പം ചൂട് തുടങ്ങാനായി. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഡ്രസ്സാണല്ലോ വേണ്ടത്. ഇത് നല്ല ലൈൻസൊക്കെ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന ഒരു ടോപ്പായിരുന്നു. ഇതിൻ്റെ സ്ലീവിൽ മാത്രം ജസ്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഇത് ടീഷർട്ടാണ്, ബൗ അതിൻ്റെ പ്രിൻ്റ് വരുന്നുള്ളത്. നമ്മൾ ഷീന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലുള്ള, അതേപോലെ തന്നെ എന്താ പറയുക, അഫോർഡബിൾ പ്രൈസിന് അടിപൊളി സാധനങ്ങൾ കിട്ടും. വാങ്ങിക്കുമ്പം റിവ്യൂ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി, അങ്ങനെ ആകുമ്പോൾ നല്ല സാധനം കിട്ടും. പിന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു 2 ടീഷർട്ട്. ഇതൊക്കെ പക്ക കറക്റ്റ് സൈസാണ് കിട്ടിയിട്ടുള്ളതും, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടായിന്. പിന്നെ ഇതാ ഈ കാണുന്നുള്ള ഡ്രസ്സ് കൈമ കിട്ടിയപ്പം ഇതെന്താ ഭയങ്കര ചെറുതായിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ടായിന്. പക്ഷേ ഇത് ഒരു ബോഡിക്കോൺ ടൈപ്പ് അങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. ഇട്ട് നോക്കുമ്പോഴേക്ക് നല്ലുണ്ട്, പക്ഷെ ഉള്ളിൽ എന്തെങ്കിലും ട്രൗസറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വേറെ ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ ഇൻഷാ അല്ലാ ഇട്ടിട്ടുള്ള പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യും. അപ്പോൾ പിന്നെ അങ്ങനെ ഇതിപ്പം ഞാൻ പെരുന്നാൾ കേക്ക് ഇതാ മോക്ക് എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതൊരു ലോങ് ആയിട്ട് വരുന്ന ഒരു ടീഷർട്ട്, ആ ഒരു ടൈപ്പാണ്. ഫ്രോക്കെന്നും പറയാം, ടീഷർട്ടെന്നും പറയാം. ഫുൾ സ്ലീവാണ്, സൈഡിൽ ഇങ്ങനെ ഒരു എലാസ്റ്റിക് ഉണ്ട്. പിന്നെ നെക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഡിസൈൻ വരുന്നുള്ളത്. പിന്നെ ഇതൊക്കെ നോർമലായിട്ട് ഇടാന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ബോഡിക്കോൺ വരുന്നുള്ളത്, അത് മോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ. പിന്നെ ഇതാ ഒരു ജംപ് സ്യൂട്ട് എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കളറിൽ വരുന്നുള്ളത്. ഇത് പക്ഷെ ഇങ്ങനെ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഇട്ട് കൊടുത്തപ്പം നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കാണുന്ന പോലെയല്ല ചില ഡ്രസ്സസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. പിന്നെ ഇനി അതാ കാണിക്കുന്നുള്ളത് മൊത്തം മോൻ്റെ ഡ്രസ്സാണ്. ഇതിപ്പോൾ 2 പീസ് സെറ്റ് വരുന്നുള്ളതാണ്. മോനിക്കിപ്പോൾ 5 ഇയേഴ്സിൻ്റെതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ട്രൗസേഴ്സ് ലെങ്ത് ഇച്ചിരി കുറവ് പോലെ ഫീൽ ചെയ്തിനി, നമ്മൾ നോർമലി ഇടുന്ന ആ ഒരു ലെങ്ത് അല്ല, പക്ഷേ ബാക്കിയെല്ലാം കറക്റ്റാണ്. പിന്നെ ഇത് 5 സ്ലീവ് അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഓവർ സൈസ്ഡ് ടീഷർട്ട്, ആ ഒരു ടൈപ്പ് വരുന്ന ടീഷർട്ടാണ്. കാണുമ്പോൾ ഭയങ്കര വലുതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇട്ട് നോക്കുമ്പോഴേക്ക് കറക്റ്റ് സൈസാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന 2 പീസ് സെറ്റാണ്. ഇതിൻ്റെ മെറ്റീരിയൽ അടിപൊളിയാണ്, നല്ല ഉണ്ടായിരുന്നു. ഇങ്ങനെ മെറ്റീരിയലിന് ഇങ്ങനെ ഡിസൈൻ വരുന്ന, ഇത് പണ്ടേ കാണുന്ന ടൈപ്പാണ്, പക്ഷെ ഇപ്പം ഇത്ര ഞാൻ മോനിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുള്ളത്. പിന്നെ ഇതാണ് മോൻ്റെ പെരുന്നാൾക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഷർട്ട്, വൈറ്റ് കളറിൽ. ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു ഷർട്ടാണ് വാങ്ങിച്ചത്.
പിന്നെ ഇതെല്ലാം ഒരു നോർമൽ ടീഷർട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ മെറ്റീരിയൽ വൈസും പ്രൈസ് വൈസൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ഡ്രസ്സെല്ലാം കണ്ടു കഴിഞ്ഞില്ലേ, ഇനി കിച്ചണിലോട്ടേക്ക് കയറാം. ഇന്നിപ്പം എന്തുണ്ടാക്കണ്ടേന്ന് ഫസ്റ്റ് തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു ഫുഡെല്ലാം. അതുകൊണ്ട് തന്നെ ഞാൻ ചെമ്മീൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ചെമ്മീൻ വെച്ചിട്ടുള്ള കൽമാസ് ഉണ്ടാക്കാമെന്നാണ് പ്ലാന്. അപ്പോൾ ആദ്യം തന്നെ വേഗം ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിക്ക് പാന് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കൽമാസിൻ്റെ ഡോ ഉണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിക്ക് പത്തിരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പത്തിരിപ്പൊടി പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കൽ. ഇത് ചൂടുവെള്ളത്തിൽ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പാന് ചൂടായി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. ഇവിടെ ഇപ്പം ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഒരു 10 അല്ലെങ്കിൽ 12 അത്രേ വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിക്ക് എടുത്തിട്ടുള്ളത് ഒരു കപ്പും അതേപോലെ തന്നെ അതിൻ്റെ ഒരു 1/4 കപ്പ് വരുന്നുള്ളതും അത്രേ പൊടി എടുത്തിട്ടുള്ളൂ. ആ പൊടി എടുത്തിട്ട് അതിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇവിടെ ഇപ്പം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിക്ക് 1.5 ഗ്ലാസ് വെള്ളം യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് മതിയായി 1.5 ഗ്ലാസ് വെള്ളം. അങ്ങനെ ഇവിടെ സോഫ്റ്റ് ഡോ ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള വെജീസ് എല്ലാം എടുത്തിട്ടുള്ളത് ഒരു 2 ഉള്ളി, അതേപോലെ തന്നെ 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളി. അതിപ്പം ഒരു 10-12 പീസ് കാണും വെളുത്തുള്ളി. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കലാണ്. മോൻ വിളിച്ചിട്ടുണ്ടായിനി. അവനിക്ക് ഗെയിമിൻ്റെ പാസ്വേഡ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിക്ക്. ഇപ്പം മോനിക്ക് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒന്നിക്കിൽ ഗെയിം അല്ലെങ്കിൽ TV, അങ്ങനെയെല്ലാം മോൻ്റെ ഒരു ഡേ സ്പെൻഡ് ചെയ്യുക. ഇപ്പം നോമ്പായതുകൊണ്ട് തന്നെ ഡേ ടൈം നമുക്ക് പുറത്തു പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെയല്ല ഓൻ്റെ ടൈം പോകുന്നത്. ഈ ഒരു ടൈം മോള് നല്ല ഉറക്കത്തിലതിനുണ്ടായേ. അങ്ങനെ ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് ചെമ്മീനെല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കലാണ്. ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള സെയിം പാനിൽ തന്നെ ഉള്ളി ഒന്നിട്ടിട്ട് വഴറ്റി കൊടുക്കല. അപ്പോൾ ഇതിലോട്ടേക്ക് ഞാനിപ്പം 2 ഉള്ളിയാണല്ലോ നേരത്തെ എടുത്തിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് 1.5 കഷ്ണം എടുത്തിട്ടല്ലോ. കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് കണ്ടിട്ട്. ഇനി ഇതിപ്പം ഒരു പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കലാണ്. ഇനി ഉള്ളി വഴന്നു വരുന്ന ടൈം കൊണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ഒന്ന് നന്നാക്കി എടുക്കലാണ്. എന്നിട്ട് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയിലാണ് ഓർമ്മ വന്നത്, അവക്കാടോ ഞാൻ അരിയിൽ പേപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം കുറച്ച് ദിവസം മുമ്പിൽ ലുലുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ജ്യൂസ് അടിക്കാൻ നേരം എന്നിട്ട് പേത്തിട്ടുണ്ടായിരുന്നു സംഭവം. അന്നെങ്കിൽ നെല്ലുണ്ടായിന്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിക്ക് എടുത്തപ്പോഴാണ് കണ്ടേ ഇത് പേത്തിട്ടേ ഇല്ല. ഉള്ളു ഭയങ്കര ഹാർഡായിട്ട് അതിനുണ്ടായത്. അന്നേരം ഓർമ്മ വന്നേ അരിയിൽ വെച്ച് പേപ്പിക്കുക. എന്തായാലും ഫ്രിഡ്ജിൽ വെച്ച് സാധനം ആയതുകൊണ്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പേക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അരിയിൽ വെച്ചിട്ട് നോക്കുമ്പോഴേക്ക് നല്ല പേത്ത് വന്നിട്ടുണ്ട്. നാട്ടിൽ നിന്നെല്ലാം നമ്മൾ അരിയിൽ മാങ്ങയും സീതപ്പഴമെല്ലാം വെച്ച് പേപ്പിച്ച് ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഉള്ളിയെല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ടേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴന്ന് വന്നേരം ഇതിലോട്ടേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് മസാല പൗഡേഴ്സാണ് ചേർത്ത് കൊടുക്കുന്നില്ല. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും ഒരു നുള്ള് ഗരം മസാല പൗഡറും ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കലാണ്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 കഷ്ണം പോലും വരും ചെറുനാരങ്ങ. അതൊന്ന് അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റായിട്ട് ഒരു കൈപ്പിടിയോളം മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കില്ല. മല്ലിയിലയും അതേപോലെ തന്നെ കറിവേപ്പിലയും ഇത് രണ്ടും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് മോൾ എണീച്ചിട്ടുണ്ട്. നല്ല മൂഡിൽ തന്നെയാണ് എണീച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഓളൊന്ന് എടുത്തിട്ട് ഒന്ന് ചുമത്തിട്ട് ഓളെ മൂടലൊന്ന് ശരിയാക്കി എടുക്കുന്നത് വരെ കയ്യിൽ തന്നെ പിടിച്ച് നിൽക്കലാണ്. അങ്ങനെ ഫില്ലിങ്ങും ഡോവും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കില്ല. ഒരു നാരങ്ങ വലുപ്പത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് വലുതായിട്ട് തന്നെ ഒരു ബോൾ പോലെ എടുത്തിട്ട് കയ്യിൽ എണ്ണ ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കലാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക ഈ ഒരു രീതിയിൽ.
അങ്ങനെ ഇതാ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ഇനിയെല്ലാം ഉണ്ടാക്കിയെടുക്കലാണ്. നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിലല്ലെങ്കിൽ വേറെ ഷേപ്പിലും ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പം നമ്മൾ വീട്ടിൽ നിന്നെല്ലാം ഇത് റൗണ്ട് പോലെ പത്തിരി പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കലുണ്ട്. ഇതിപ്പം ഇങ്ങനെയാണല്ലോ കൽമാസ് എന്ന് പറഞ്ഞിട്ട് ഷേപ്പ്, അതാ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അങ്ങനെ ഇതാ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 10 മുതൽ 12 പീസ് വരെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്കിവിടെ ഇപ്പം 10 പീസാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളിപ്പം നിങ്ങളെ വലുപ്പത്തിനും അതിനെല്ലാം അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന സൈസിൻ്റെ അതും. അപ്പോൾ ഇതാ ഇനി ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കില്ല. അതിന് വേണ്ടിക്ക് ആവിപ്പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫോയിൽ വെച്ചിട്ട് ഒന്ന് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. എന്നിട്ട് കൽമാസെല്ലാം ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാം എടുത്ത് വെച്ച് കൊടുക്കലാന്ന്. അതൊന്ന് വേവുന്ന ടൈം കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുക. ഇന്നിപ്പം അവക്കാഡോ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ അവക്കാഡോ ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 5-6 ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂണോളം വാനില പൗഡറാണ്. ഇനി ഇതിലോട്ടേക്ക് മധുരത്തിന് ആവശ്യത്തിലുള്ള പഞ്ചസാരയും അതേപോലെ തന്നെ പാലും കൂടി വെച്ചിട്ട് ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കലാണ്. അങ്ങനെ ഇതാ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. 10 മുതൽ 15 മിനിറ്റ് വരെ എടുത്തിട്ടുണ്ട്. അതിപ്പം നിങ്ങളെ സൈസും അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേവാനെടുക്കുന്നുള്ള ടൈം. ഒന്നും പൊട്ടിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മുളകിൻ്റെ മിക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കുക. അതിന് വേണ്ടിക്ക് ഒരു 3 സ്പൂണോളം മുളക് പൊടി, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസ് ബാറ്റർ പോലെ തയ്യാറാക്കിയെടുക്കലാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. അതിന് വേണ്ടിക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലോട്ടേക്ക് ചൂടായരം ഓയിൽ ഒഴിച്ചെടുത്ത് കറിവേപ്പിലിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ചിട്ടുള്ള ആ ഒരു കൽമാസ് ഉണ്ടല്ലോ, അത് മുളകിൻ്റെ ആ ഒരു മിക്സിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഭയങ്കര സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു റെസിപ്പി. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു 5 മുട്ട എടുത്തിട്ട് പുഴുങ്ങിയിട്ടുണ്ടായിനി. ഇതിപ്പം ഇടിമുട്ട പോലെ വേറെ രീതിയിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കലുണ്ടല്ലോ. അതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, മോനിക്കെല്ലാം. അപ്പം അങ്ങനെ പുഴുങ്ങിയിട്ടുള്ളതാണ്. ഇനി മുട്ടേൻ്റെ തോടെല്ലാം പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ മുട്ടയിലൊന്ന് വരണിട്ട് കൊടുക്കല. ഇതിനിപ്പം ഞാൻ മസാല ഒന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല. നേരത്തെ കൽമാസിൻ്റെ ആ മുളകിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിൽ തന്നെ മിക്സ് ചെയ്തിട്ട് പൊരിക്കാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നുള്ളത്. അങ്ങനെ ഇതാ കൽമാസെല്ലാം നല്ല അടിപൊളിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാനിൽ നിന്ന് കോരി മാറ്റിയെടുക്കലാണ്. അങ്ങനെ ഇതാ രണ്ടാമത്തെ ബാച്ച് കൽമാസ് പൊരിക്കാനിട്ടപ്പോൾ തന്നെ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഉണ്ടല്ലോ, അത് മുളകിൻ്റെ മിക്സിലൊന്ന് മുക്കിയെടുത്തിട്ട് ഇതാ സെയിം പാനിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. അങ്ങനെ ഇതാ ഈ ഒരു ടൈം ആകുമ്പോൾക്ക് മുകളിൽ നിന്ന് നൈബർ സ്നാക്സ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കലാന്ന്. അങ്ങനെ ഇതാ നമ്മളെ സ്നാക്സും റെഡിയായി. ഇന്ന് വിചാരിക്കണ്ട 2 ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ മുകളിൽ നിന്നും കൂടി കിട്ടിയപ്പം 3 തരമായി. ഇതായിരുന്നു മുകളിലത്തവർ കൊടുത്തയച്ചിട്ടുള്ളത് ഉള്ളിവട. നമ്മളെ രീതിയിലല്ല, ഫുള്ള് നുള്ളിയിട്ട പോലെ എന്താ പറയുക, വേറെ രീതിയിലായിരുന്നു. പക്ഷെ നല്ല ഉണ്ടായിരുന്നു ടേസ്റ്റ്. പിന്നെ ഇതാ നമ്മൾ നോമ്പൊരിക്കലായി. ഈ ഫുഡെല്ലാം റെഡിയാകുന്ന ടൈം ആകുമ്പോൾ തന്നെ ബാങ്ക് കൊടുക്കാനാവും. അങ്ങനെയാണ് എപ്പോഴും. അങ്ങനെ ഇതാ ഒരു 7:30 മണിയാകുമ്പോഴാണ് പിന്നെ കിച്ചണിൽ കയറിയിട്ടുള്ളത്. ഇതിപ്പം ഞാൻ പോളക്ക് വേണ്ടിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. കുറേ ദിവസമായി പോള തിന്നാൻ ഭയങ്കര പൂതി. നമ്മളെ നാട്ടിലെല്ലാം നോമ്പിനാണ് ഈ ഒരു പോള വരാം. അപ്പം ഇപ്പം നമുക്ക് എന്തായാലും നാട്ടിൽ അധികം ഞാൻ നോമ്പിനുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സാധനം തിന്നാനും പറ്റില്ല, കിട്ടലുമില്ല. ഇവിടുന്നാണെങ്കിൽ ഇവിടുന്ന് ഈ പോള കിട്ടലൊന്നും അറിയില്ല. അപ്പോൾ ഇതാ നല്ല രീതിയിൽ പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കുക. ഇതിപ്പം എങ്ങനെയാണ് സെറ്റാവുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ റെസിപ്പി ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് മൊത്തത്തിലായിട്ട് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തിൻ ലെയർ പോലെ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്.
ഇനി ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കല. ഞാൻ നാട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാനോട് ചോദിക്കാൻ ഇതിൻ്റെ റെസിപ്പി. പക്ഷേ നാട്ടിൽ വിളിച്ചപ്പം ഇവർ കുടുക്ക വേണം, കലം വേണം, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ വിട്ടിച്ചുള്ളതാണ്. പക്ഷേ തിന്നാൻ പൂതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റായിട്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലും അതൊക്കെ പഴവും തേങ്ങാപ്പാലും അതൊക്കെ ചെയ്തിട്ടുള്ളൊരു മിക്സ് വേണം. ഇവിടെ ഇപ്പം തേങ്ങാപ്പാൽ എടുക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പഴം എടുത്തിട്ട് ഒന്ന് സ്മാഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സാധാരണ നോർമൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലോട്ടേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കലാന്ന്. അങ്ങനെ പോളയും കൊയ്ക്കേണ്ട തേങ്ങാപ്പാലല്ല സാധാ പാലും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പോളയിലേക്ക് ഒഴിക്കുക, നല്ലപോലെ കൂട്ടി കുഴച്ച് അങ്ങ് തിന്നുക, അത്രയേ ഉള്ളൂ. പക്ഷേ സംഭവം സെറ്റായി, വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല സെറ്റാവുന്നുള്ളത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതെല്ലാമാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിനോ എന്നൊന്നും അറിയില്ല. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ കമൻസൊക്കെ പറയാം കേട്ടോ. എനിക്ക് കമൻസ് വരെ വളരെ കുറവാണ്, വീഡിയോസിന് ലൈക്സും. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാന്ന് വീഡിയോസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അതിന് ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.